വയറ്റിൽ എന്തോ ഒരു കുടുങ്ങുന്ന പോലെ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഹാൻഡ്സ്. എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹാപ്പി സൺഡേ ആണ്. അപ്പോൾ എങ്ങനെ ഇരുന്നപ്പോൾ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയി കാണും. അതായത് സൺഡേ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഇവർ പറഞ്ഞു നമുക്കൊന്ന് ഹൈ റേഞ്ച് പോയാലോ, അതായത് എൻ്റെ വീട്ടിലേക്ക് പോയാലോ എന്ന്. ഞാൻ പറഞ്ഞു അപ്പോൾ പോകണം, ഇപ്പോൾ പോയാൽ ഇനി നമ്മൾ എപ്പോഴാണ് എത്തുക, അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാനൊരു ടൈം കിട്ടില്ല, പോവുക വരിക. കാരണം നാളെ ഓഫീസുണ്ട്, പിന്നെ കുട്ടികൾക്ക് സ്കൂളുണ്ട്. അതുകൊണ്ടൊക്കെ പോയാലും അത്രയ്ക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രാവലിങ് ആകെ മടുപ്പാവുന്നുണ്ട്. കുഴപ്പമില്ല, ഞങ്ങളൊരു 1.5 മണിക്കൂർ കൊണ്ട് വീട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ. 1.5 മണിക്കൂർ കൊണ്ട് എത്തിക്കാമെങ്കിൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് പോകാനാണല്ലോ. പിന്നെ എൻ്റെ മോൻ ഒരു BMW ഫാൻ ആയതുകൊണ്ടും അവൻ ഈ വണ്ടിയിൽ കയറാൻ കിട്ടുന്ന ഒരു ചാൻസ് അവൻ മിസ് ചെയ്യാറില്ല. അപ്പോൾ അവനെ എന്നെ കൂടുതലും മോട്ടിവേറ്റ് ചെയ്ത് നമുക്ക് പോവാമേ, എങ്ങനെയും വാ അമ്മേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചാടി കയറിയല്ലോ. അങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു യാത്ര പോവാണേ. അങ്ങനെ 1.5 മണിക്കൂർ കൊണ്ട് എത്തിക്കാം എന്നുള്ളൊരു ചലഞ്ച് ഉള്ളത് കൊണ്ടും വണ്ടി പറപ്പിച്ച് അങ്ങോട്ട് വിടും. ഈ പ്രീമിയം വണ്ടീസിൻ്റെ ഒരു പ്രത്യേകത എന്തൊക്കെയാണെന്ന് വെച്ചാൽ കാലങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബാക്കിൽ നിന്നൊരു പുള്ളിങ് ആണ്. എന്താ പറയുക, ഒരു റോളർ കോസ്റ്ററിലൊക്കെ കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. നമുക്ക് ഈ നമ്മുടെ വയറ്റിൽ നിന്ന് എന്തോ ഒരു എന്താ പറയാമെന്ന് എനിക്കറിയില്ല. നമുക്കിങ്ങനെ ഒരു ഫീല് എല്ലാവർക്കും അറിയാം, അത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. അപ്പോൾ നമ്മൾ ഹൈ റേഞ്ചിൻ്റെ ആ ഒരു എന്താ പറയുക, നമ്മുടെ ആ സ്വർഗത്തിലേക്കുള്ളൊരു വഴി എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മുടെ കാലാവസ്ഥയെ കൂളാക്കുന്നത് പോലെ നമ്മുടെ മനസ്സിനെയും ഭയങ്കരമായിട്ട് അങ്ങ് കൂളാക്കുന്ന ഒരു ഏരിയയാണ് ഈ നേരിമംഗലത്തോടെയുള്ള ഈ യാത്ര കേട്ടോ. അപ്പോൾ നമ്മൾ പനംകുട്ടി കൂടിയാണ് എപ്പോഴും വീട്ടിലേക്ക് പോകാറ്. കാരണം നമുക്കതാണ് ഭയങ്കര ഈസി, മറ്റേത് ഒത്തിരി ചുറ്റാണ്. അങ്ങനെ പനംകുട്ടിയിലെ വളവുകളൊക്കെ ഇങ്ങനെ മീൻസ് പനംകുട്ടിയിലേക്കുള്ള വളവുകളൊക്കെ ഇങ്ങനെ ഞാൻ അങ്ങോട്ട് വീഴ്ച കഴിയുമ്പോഴത്തേക്കും എൻ്റെ മകൻ്റെ മുഖത്ത് എന്തോ ഒരു ഭാവവ്യത്യാസം ഇല്ലേന്നൊരു തോന്നലേ. ചെറുതായിട്ട് വണ്ടി വലത്തോട്ട് വലിക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് പോകും. അങ്ങനെ വളഞ്ഞ് എൻ്റെ മകനൊന്ന് വാള് വെക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. പിന്നെ അമ്മയെ ഞാനല്ലേ ഇതൊക്കെ തിരുമ്മി കൊടുക്കാനുള്ളൂ, ഇത് കാണുമ്പോൾ ഞാനും വാള് വെക്കും. എന്നിരുന്നാലും മകന് പ്രാണവേദന, അമ്മയ്ക്ക് വീണവേദന എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് ചെറുതായിട്ട് മാറ്റേണ്ടി വരുന്നു. മോന് വാള് വെക്കലും അമ്മയ്ക്ക് വീഡിയോ എടുപ്പും എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊന്നും എന്നെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് എൻ്റെ പാറുക്കുട്ടി അവിടെ ഇരിപ്പുണ്ടേ. അപ്പോൾ പുറമൊക്കെ തിരുമ്മി കൊടുത്ത് എനിക്ക് വാള് വെക്കാൻ വരുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അവനെ ഒന്ന് ആശ്വസിപ്പിച്ച് ഞാൻ പറഞ്ഞു, മോനെ ഈ BMW വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ, നിന്നെ പോലെയുള്ള പുവർ പീപ്പിൾസിന് ഇത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി ഞാൻ അവനെ വണ്ടി കയറ്റിട്ടോ. ഒരു BMW കാണുമ്പോഴത്തേക്കും ചാടി അങ്ങോട്ട് കയറിക്കൊള്ളു, എന്നിട്ട് വാള് വെക്കും മനുഷ്യനെ നാറ്റിക്കാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവനെ വണ്ടി കയറ്റുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രെയിനോട് പറഞ്ഞു, നമ്മളിതൊന്നും കണ്ട് വീഴരുത്, നമ്മൾ പുറത്തേക്ക് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ വാള് വെക്കാനുള്ളൊരു ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഞാൻ ഈ പച്ചപ്പ് ഹരിതാവയൊക്കെ ആസ്വദിക്കുക എന്ന് എൻ്റെ ബ്രെയിനോട് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ബ്രെയിൻ എവിടേക്കോ വീണ്ടും കൺഫ്യൂഷൻ ഉണ്ട്. കാരണം നമ്മൾ വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് വീഡിയോ, ഫോൺ ഇതെല്ലാം നമ്മൾ നോക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആകപ്പാടെ ഒരു നല്ല ഫീലല്ല കേട്ടോ. വയറ്റിലൊക്കെ ഒരു അസ്വസ്ഥത പോലെ, ആരൊക്കെയോ എവിടുന്നോ ഇങ്ങോട്ട് കയറി വരുന്ന പോലെ ഒരു തോന്നൽ. പക്ഷെ ഞാൻ പറയേ ഇല്ല, തോന്നലാണ്, ബ്രെയിനിൽ തോന്നുന്നതാണ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ആശ്വസിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇരുന്നാലും 2 വളവുകളും കൂടി ഞങ്ങളുടെ വീഴ്ച കഴിയുമ്പോഴത്തേക്ക് എൻ്റെ വാള് 2 പുറത്തേക്ക് വെക്കേണ്ടതായിട്ട് എനിക്കും വന്നു ഗൈസ്. അങ്ങനെ 2 വാളൊക്കെ വെച്ച് നമ്മൾ ഈ എന്താ പറയുക, കാർമികങ്ങളെല്ലാം കൂടെ കൂടി ഇരുന്നിട്ട് ഒരു മഴ പെയ്യുമ്പോൾ നമ്മുടെ പ്രകൃതി കിട്ടുന്നൊരു റെസ്റ്റ് ഇല്ലേ, ഐ മീൻ അന്നേരത്തേക്കും കുറച്ച് വെയിലൊക്കെ തെളിഞ്ഞൊരു ആശ്വാസമാവുമല്ലോ എന്ന് പറയുന്നില്ല. 2 വാള് പുറത്തേക്ക് വെച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് റിലാക്സ്ഡ് ആവും. കാര്യം റിലാക്സ്ഡ് ആവുമെങ്കിലും നമ്മൾ ടയേർഡ് ആവും, അത് വേറെ കാര്യം. എന്നാലും വീണ്ടും വളവുകൾ വളയ്ക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. എന്നാൽ പിന്നെ കുറച്ച് നേരം ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഈ ഫ്രഷ് എയറൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചങ്ങോട്ട് പോയേ. അപ്പോൾ നല്ല വെള്ളച്ചാട്ടവും നല്ല കുന്നുകളും മലകളും ഒക്കെ കണ്ട് ആസ്വദിച്ച്, പിന്നെ നമ്മൾ വാള് വെച്ച് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ടയേർഡാണ്, വയറ്റിലുള്ളതൊക്കെ പോയി. അപ്പം നമുക്കൊരു ചെറിയ ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ നേരിമംഗലം ഈ പാമ്പളയോട് അടുത്താകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടീ ഷോപ്പുണ്ട്. ഈ ജലധാര എന്നാണ് കേട്ടോ പേര്. പേരെന്താ? നിവിസാണോ?
അപ്പോൾ ഈ ടീ ഷോപ്പിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറി പോകുമ്പം ഒരു നല്ല വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഒരുപാട് തവണ ഈ വഴി വന്നു പോയിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇതുവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദാ ഇതിലെയാണ് കേട്ടോ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത്. നല്ല നമ്മുടെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഇതിന് നല്ല ഒച്ച കേൾക്കാം. പക്ഷേ നമ്മൾ ഇതുവരെ ഇവിടെ വന്നിട്ടില്ലേ. അപ്പോൾ പല കളറിലുള്ള ബട്ടർഫ്ലൈസൊക്കെ ഇങ്ങനെ ഇതിൽ പറക്കുന്ന കാണാം. അങ്ങനെ ആരും ഇല്ല. അങ്ങനെ അവിടെ ഒന്നും പരിസരം ഒന്നും വൃത്തികേടാക്കിയൊന്നും ഇട്ടിട്ടില്ല. എല്ലാം നല്ല ഒരു നല്ലൊരു പ്യുവർ നേച്ചർ. അപ്പോൾ കുറച്ച് നമുക്ക് നേച്ചർ എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നാലോ? പിന്നെ അങ്ങനെ ആരും ഇറങ്ങാനൊന്നും പോയില്ല കേട്ടോ. കാരണം നമുക്കറിയില്ലല്ലോ ഇതിനകത്ത് എന്തെങ്കിലും അപകടം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ആരും ഇറങ്ങാനൊന്നും പോയില്ല. അവിടെ നിന്ന് കണ്ടു, ഒരു ചായയൊക്കെ കുടിച്ച് ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഈ മഴയത്തൊന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ അധികം ഇറങ്ങാതൊക്കെ ഇരിക്കുന്നതായിരിക്കും. കാരണം നമുക്ക് ആർക്കും അറിയില്ല ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഇല്ലയോ എന്നൊന്നും. പിന്നെ ഇതിലെ ചെറിയ ചെറിയ അട്ടകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളിവിടെ ഇറങ്ങാൻ കേട്ടോ. കാലിലൊക്കെ കടിക്കുമോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കുന്നത് നല്ലതായിരിക്കും. നമ്മളൊരു ലോങ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ചെറിയ ചായയൊക്കെ കുടിച്ച് ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു പ്ലേസിലിരുന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അതൊരു വേറൊരു വൈബാണ് കേട്ടോ. അപ്പോൾ എസ്പെഷ്യലി ഫാമിലിയൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോഴും നല്ല ഒരു സ്പോട്ടാണ്. ഞാൻ വാള് വെക്കുമെന്ന് കരുതിയിട്ട് പിന്നെ ചായ കുടിക്കാനൊന്നും പോയില്ല. ഒരു ഉള്ളിവട കഴിച്ചു. ഇതിൽ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ റേഞ്ച് ഇല്ല. അപ്പോൾ എല്ലാവരും കയ്യിൽ ക്യാഷായിട്ട് കരുതിയിട്ട് ഇവിടെ ചായ കുടിക്കാൻ കയറുന്നതായിരിക്കും ഉത്തമം. ഞങ്ങളെല്ലാവരും വയറിറച്ച് ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. എന്നിട്ട് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് റേഞ്ച് ഇല്ല. ഒറ്റ ക്യാഷായിട്ടൊന്നുമില്ല. അങ്ങനെ ചേട്ടാ ഇവിടെ ഈ പാത്രം കഴുകാനാണ് എവിടെയാണ് സ്ഥലം എന്നൊക്കെ ചോദിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ്ടാ ആദ്യം ഓരോരുത്തരുടെ ഗൂഗിൾ പേയിൽ നിന്ന് മാറി നോക്കി ഒരു രക്ഷയില്ല കേട്ടോ. പിന്നെ ആ ചേട്ടൻ ലാസ്റ്റ് പറഞ്ഞു അത് കുഴപ്പമില്ല മോളെ, ഇവിടെ വരുന്നവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാവാറുണ്ട്, ഞാൻ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് പാത്രം കഴുകേണ്ടി വന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് തടി തപ്പി ഞങ്ങൾ. ഇത് സത്യം പറഞ്ഞാൽ ഇത് ഒട്ടുമിക്ക സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് പറ്റാറുള്ളത്. ഇപ്പം ആരും അങ്ങനെ ക്യാഷായിട്ട് എടുക്കാറില്ലല്ലോ. അതുകൊണ്ട് ഇത് നമ്മുടെ കല്ലാർകുട്ടിയോട് അടുത്തുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല നമ്മുടെ ലോവർ പെരിയാർ ഡാം അതാണ്. നല്ലൊരു അടിപൊളി യാത്രയാണ് കേട്ടോ ഈ വഴി പോകുമ്പോൾ. ഇപ്പം ശരിക്കും ഞങ്ങളൊന്നും മറ്റേ നമ്മുടെ നേരിമംഗലം അടിമാലി ആ റൂട്ട് പോകാറില്ലേ. ഇതാണ് കേട്ടോ വീട്, എൻ്റെ കുഞ്ഞു വീട്. ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ജനിച്ചു വളർന്ന ആ വീടും വീടിൻ്റെ മുറ്റവും നമ്മുടെ പറമ്പും ഇതൊക്കെ ഒരു എന്താ പറയുക, ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അത് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോൾ മാത്രമാണ് നമ്മളൊരു കുട്ടിയായിട്ടുള്ളൊരു ഫീലുള്ളൂ. ബാക്കി എല്ലായിടത്തും നമ്മളാണല്ലോ അമ്മമാരെ. ഞങ്ങൾ മക്കൾ ചെല്ലുവാന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, അന്ന് കൽഗത്തിൻ്റെ ഇറച്ചി ഉണ്ടായിരുന്നു, മുയലുണ്ടായിരുന്നു, ബീഫുണ്ടായിരുന്നു, നല്ല കപ്പപ്പുഴുക്കുണ്ടായിരുന്നു, പിന്നെ ചക്കപ്പുഴുക്കുണ്ടായിരുന്നു, പിന്നെ എൻ്റെ മമ്മിയുടെ സ്പെഷ്യൽ റംബൂട്ടാൻ അച്ചാർ, മീനച്ചാർ, ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചേച്ചിയുടെ മോളാണേ. ആൾക്ക് ഇതിലൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മമ്മിക്ക് ഇങ്ങനെ യൂട്യൂബിലൊന്നും കാണിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ.